എന്തൊക്കെ പറഞ്ഞാൽ ധനയുടെ ചിരി ഭയങ്കര സീറ്റാണ്. രായണനോടൊന്ന് ചോദിച്ചാൽ മതി കണ്ണന്റെ പാസ്റ്റ് എന്താന്ന്. എന്റെ പാസ്റ്റ് ഓറ ബാലനും ധനയ്ക്ക് അറിയണമെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താണ്. അവിടെ വെച്ച് തുടങ്ങിയതാണ് മനസ്സിലായ. ഞാൻ കണ്ണാപ്പയെ കാണാൻ തുടങ്ങി. പിന്നെ വാസോണ്ണം വരുമ്പോ വാസോന്റെ അടുത്ത് ചൊറി. അണ്ണൻ അങ്ങനെ എതിരുകളി ഇല്ലായിരുന്നു. ശിവൻ ഒരു എതിരാളിയായിരുന്നു അണ്ണന്റെ മുമ്പില് മനസ്സിലായ. എന്റെ അടുത്താണ് അണ്ണ എല്ലാ ഇഷ്ടങ്ങളും പറയുന്നത്. ചെമ്പരത്തി നല്ല ചെമ്പരത്തി പെൺപിണന്നോളവളെന്നുയർത്തി എന്റെ കൂടെ ചിരി എന്നെ നിന്റെ മോച്ചായൊക്കെ അവിടെ പോടാ. ഒന്നുമില്ല വേണ്ട. ഞാൻ ഇപ്പൊ കണ്ട കൊമ്പാച്ചിനെ പോലെ നടക്കുന്നത്. ഇത് കണ്ട ഇതെന്ത് മീശയ വാസോണ്ണനെ പോലെ ഇരിക്കണല്ലേ. ഓ വാസുവിന് മീശ വെച്ച പോലെ ഓ എന്ത് പറ ദർശന കയറി പ്രേമിക്കല്ലേ. നിനക്ക് എങ്ങനെയാലും വാസുവിനെ പ്രേമിച്ചാൽ മതിയല്ലോ. ഇതല്ലേ ഹലോ 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 ഓക്കെ 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 എന്താണ് മീശയൊക്കെ വെച്ചിട്ട്? നിനക്കെന്താ ശ്വാസം മുട്ടലാന്ന് പറഞ്ഞല്ലോടാ. മീൻ വിഴുങ്ങിയാ മതി എന്ന് പറഞ്ഞേ. നല്ല 3 സിഗരറ്റ് ഒരുമിച്ച് ഒരെണ്ണം വാങ്ങിപ്പോയി. എന്താണ് നിനക്ക് ഇത്ര വലിയൊരു വിഷമം 3 സിഗരറ്റൊക്കെ ഒരുമിച്ച് ഒരിക്കാൻ? അല്ലല്ല എന്താ ഓ 5 സിഗരറ്റ് ഒരുമിച്ച് കത്തിച്ച വാലുണ്ട് കേട്ടാ. എന്തൊക്കെയാടാ ഈ പറയുന്നത്? ചുമ്മാറ സിഗരറ്റ് കച്ചവടമായിരുന്നു എന്റെ പാലിന്. നിക്കർ എന്താ എന്താ സ്റ്റിക്കർ? എന്ത് സ്റ്റിക്കർ? ഇല്ല അത് വരത്തില്ല ദൂരമുള്ളൊരു പരിപാടി ഇല്ലല്ലോ. ആ ധനവാ അല്ല നിങ്ങൾ കറങ്ങണം. നിങ്ങൾ പോയിട്ട് ബാല പോയിട്ട് വേണം ബാല. ഇതിപ്പോ നമ്മള് ഇപ്പൊ ധന വിചാരിക്കത്തില്ല. ഇപ്പൊ ഞാൻ മറ്റേ ടോക്സിക് ഒക്കെയാണ്. വേണ്ട നിങ്ങള് പോയിട്ട് നിങ്ങള് പോയിട്ടിരിക്കാണ്. അതല്ല ധന വിചാരിക്കും ഞാൻ ടോക്സിക്കാതെ. ഞാൻ അങ്ങനെ അല്ല. ഞാൻ അങ്ങനെ അവളെ എവിടെ പോലെ തിരക്കാത്ത ഒരാളാ. നീ പോയിട്ട് വാ. അല്ല നമ്മളതിനൊന്നും പറഞ്ഞില്ലല്ലോടാ. പോയിട്ട് വാടാ. അല്ല അവന് ഞാൻ പറഞ്ഞില്ല അവന് പോയിട്ട് മീൻ വിഴുങ്ങിയാ മതി. അതാ കമൺ തന്നെ. അല്ല ആൻഫ്രാങ്ക് എന്റെ ഹോസ്പിറ്റൽ പറഞ്ഞായിരുന്നോടാ കണ്ണാ. അതല്ല ആൻഫ്രാങ്കിനെ വിളിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുവരട്ടെ ആ പെണ്ണിനെ. അല്ല നീ വരുന്നില്ല. അല്ലല്ല നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ പോയിട്ട് അത് കുഴപ്പമില്ല. വെറുതെ എന്തിനാ ടൈം എവിടെ കയറാൻ? ആരോട് ചോദിച്ചിട്ട് പോയി കറങ്ങാൻ? ഫ്രീഡം കൊടുക്കാന്ന് പറയാ. ഇതാണോ ഫ്രീഡം? കുഴപ്പമില്ല. ഞാനൊന്ന് കത്തിപ്പോയപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് മറന്നു. ആ നാളെ കത്തി കൊണ്ട് കുത്തിയാ പോലും അറിയില്ലല്ലോ. ഇനി കുഴപ്പമില്ല. ബാലൻ പറഞ്ഞു കണ്ണൻ വിളിക്കുന്നുണ്ട്. കണ്ണൻ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ബാലൻ പറഞ്ഞു അതിന് നമ്മള് കപ്പിൾസ് ഒന്നും അല്ലല്ലോ. നീ എവിടാന്ന് വെച്ചപ്പോ നമ്മള് കപ്പിൾസ് ഒന്നും അല്ലല്ലോ. നമ്മള് ഫ്രണ്ട്സ് അല്ലേ? വെറും ഫ്രണ്ട്സ്. എന്നാ എവിടാന്ന് വെച്ചപ്പോ ശരി. എന്നെ കുറച്ചെനിക്ക് കാര്യന്നുണ്ടോ?
ചെമ്പരത്തി ഞാൻ ചെമ്പരത്തി ഒരു അന്ന ചെമ്പരത്തി അന്ന അന്ന ഞാൻ അന്നയ്ക്ക് ഞാൻ പാട്ട് പാടി തരട്ടെ അന്ന ചെമ്പരത്തി ഇതല്ല ചെമ്പരത്തി ചെമ്പരത്തി ആ ചെമ്പരത്തി വേണ്ട 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 പാട്ട് വേണ്ട 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 വേറെ പാട്ടൊന്നും അറിഞ്ഞോട്ടെ ചുമ്മാ ഇരി. ഞാൻ ഇംഗ്ലീഷാ പാടാറ് അല്ലാതെ എന്റെ ഇംഗ്ലീഷ് പാടും ഇംഗ്ലീഷാ കേൾക്കാറ് ഇംഗ്ലീഷ് സോറി കേൾക്കാൻ സോറി പാടാറ് സോറി സോറി ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ചെന്ന് പാടും. സോറി സോറി അത് കണ്ടോ കണ്ണൻ അതിന്റെ പുറകെ കേറി പോയത് ബാലൻ പറഞ്ഞത് ശരിയായിരുന്നു. ആ കുത്തിത്തിരുമലട മാല കൂടുള്ളവരെടാ കണ്ണി ചിക്കൻ കറി വീണാലും നിന്റെ കിഴപ്പിന് കുഴപ്പമൊന്നുമില്ലല്ലോടാ. കുത്തിത്തിരിപ്പൊന്നുമല്ല, അല്ല ബാലന് കണ്ണനെ കുത്തിത്തിരിപ്പെന്ന് ഭയങ്കര പറയാനേ ഒരു ഇഷ്ടമാ. മിനിറ്റ് ഒരു മിനിറ്റ് അതിന് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻ ആണോടാ? അല്ല പിന്നെന്താ കുത്തിത്തിരിപ്പെന്ന് പറയാൻ? അല്ല പറയടാ നിന്നെയൊക്കെ നോക്കുന്നതിൽ ഭേദമുണ്ടല്ലോ. കടലി മറ്റേ പണ്ടത്തെ അതിശയൻ സിനിമയിൽ ആ പയ്യൻ പോയില്ല അതുപോലെ പോന്നെ പോ, പോയി നിക്ക് പോ. ബോഡി പോയി നിക്ക് പോ. അപ്പൊ അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, അതുപോലെ ഞാൻ തിരിച്ചു വരാതാവും, അതുകൊണ്ടാ പോവാത്തെ. പേടി പേടി. ഓ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പോടി അതിശയം പോയാലേ പോടി. പോ പോ പോ. പക്ഷെ എന്താ പറഞ്ഞാൽ ധനയുടെ ചിരി ഭയങ്കര സീറ്റാണ്. അയ്യോ അയ്യോ എന്റെ പൊന്നെ എന്റെ പൊന്നെ. പറഞ്ഞു തീർക്ക്. എന്തായാലും നേരത്തെ പറഞ്ഞ കേട്ടില്ല. അല്ലടാ ഇത് എന്തോ നീ എന്നെ കുറിച്ച് പറഞ്ഞ ശരിയാന്ന് പറഞ്ഞത്. നീ പെണ്ണോടിയൊക്കെ പറഞ്ഞാണോ? അല്ല ധനലക്ഷ്മി, ഞാൻ അവനെ പറ്റി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ബാലൻ കണ്ണനോട് അത്ര സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാനപ്പോ പറഞ്ഞത് പോലും നീ കേൾക്കാതെ പറഞ്ഞത്. അതെ കണ്ണനെ അത്രയും കെയർ ചെയ്യുന്ന ഒരാളാണ് ബാലൻ. ഇത്രയും നല്ല കാര്യം ഞാൻ കണ്ണനെ പറ്റി പറഞ്ഞു, കണ്ണനെ പറ്റി പറഞ്ഞു കണ്ടത്. കുഴപ്പമില്ല. എനിക്ക് നമ്മളിപ്പം ബാക്കിയുള്ളവരെ അങ്ങനെ കാണുന്നെന്ന് പറഞ്ഞ് കിട്ടണമെന്നില്ലല്ലോടാ. കണ്ണന്റെ ഫീലിങ്സിന് അത്രയും വാല്യൂ ചെയ്ത് എന്നോട് കുഴപ്പമില്ലടാ, സ്പെഷ്യലൊന്നുമില്ലടാ, കുഴപ്പമൊന്നുമില്ല. നിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടാ. ഞാനിങ്ങനെ നിന്നിട്ട് നീ ഇങ്ങനെ അതൊന്നും പറയണ്ട കേട്ടോ. കണ്ടോ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതരാ. പറഞ്ഞില്ലേ ധനലക്ഷ്മി? ഇപ്പൊ ഞാനായിട്ട് എന്താ പറയുന്നത്? അയ്യോ അത് അങ്ങനല്ല തന്നെ, അങ്ങനെ ഉദ്ദേശിച്ചില്ല. അത് അവൻ അറിയാതെ എന്താ ഞാൻ പറഞ്ഞത്. പക്ഷെ ബാലൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാനത് തിരിച്ചറിയാൻ വൈകി. ഓ ഓക്കെ തന്നെ. ഇപ്പൊ എന്താണ് പോണല്ലേ? ഞാൻ ഇപ്പൊ പോണല്ലേ ജീവിതത്തിൽ? ഞാൻ പോണെന്ന് പറഞ്ഞോ? പോണല്ലോ, പോവാം. ഞാൻ പോവാം, പോവാ റെഡിയാ. പക്ഷെ പിന്നെ നീ കണ്ണനെ ആരും കാണൂല. ഈ പോക്ക് പോയില്ലേ പിന്നെ കണ്ണനെ ആരും കാണൂല. അല്ല കണ്ണനെ ആരും കാണൂല. കണ്ണനെ ആരും കാണൂല ഈ പോക്കില്. അങ്ങനെടാ കുഴപ്പമില്ലടാ. നിനക്കറിയാലോ കളിയാ, ലോറ പോയിട്ട് ഞാൻ ഇത്ര നാളും ഒരു പെണ്ണിനെ പോലും പ്രേമിച്ചില്ലെന്ന്. ആർക്ക് കിട്ടി? ഇല്ലല്ലോ, ലോറ മനേഷൻ വേറെ ഗേൾഫ്രണ്ട്. ലോറ മനേഷൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയല്ലേ റൊമാൻസ് പറയാൻ പോലും പോയിട്ടില്ലേ? തങ്ങനെ പെണ്ണുണ്ട്. എടാ ഈ ഇമ്മാതിരി വർത്താനം അടിക്കുന്നുണ്ട് നിന്റെ പെണ്ണ് ഇപ്പൊ സിറ്റി വരാത്തത്. പിന്നെ ചിലര് തിരക്കിന്റെ ഒഴിവ് സമയങ്ങളിൽ വരാൻ നോക്കും, വരത്തില്ലെങ്കിൽ നിന്റെ ശല്യം കാരണമാ. നീ കാണാത്ത നീ ഇല്ലാത്തില്ല, നീയല്ലേ അപ്പൊ തിരക്ക്. എടാ അവള് വരുമ്പോ തിരക്കുന്നതാണ്. നീയല്ലേ പറയാ നീ ഒളിവിലെന്തോ പോകുന്നൊക്കെ ഇതെന്താ അതെന്താ കാണുന്നത്? LX2 ഇല്ലേ ഇത്? ആ LX2 അവിടെ ഇരിക്കുകയാണ്. എന്താണ് LX2 അച്ഛന്റെ ഒരു വെള്ളത്തിലാശാണെന്നാണോ? അല്ല കൊറേ നേരമായ വെള്ളത്തില്. സിഗ്മ പയ്യൻ മിനിഞ്ഞാന്ന് 2 പീഡന പ്രവൃത്തി പ്രതിയാ. പക്ഷെ സിഗ്മയാ. സിഗ്മ പയ്യൻ ഉച്ചയപ്പോ കഥയൊക്കെ മറ്റേ ധീരാറ്റു. കഷ്ടം ധീരാറ്റു. ധന നിനക്ക് ഞാൻ ആരെന്നറിയോ? എന്നെ കുറിച്ച് എന്തേലും അറിയോ നിനക്ക്? എന്റെ അച്ഛനാരെന്നറിയോ തന്നെ? അച്ഛനാരെന്ന് അറിയോന്ന്? ഞാൻ എങ്ങനെ ജനിച്ചതെന്നറിയാവോ? സാറേ
ആ പുഴിയാ സാറേ എന്റെ അമ്മ. എടാ, തിരിയുന്ന പോലെ പറ. മനസ്സിലായില്ലേ? മനസ്സിലാവുന്നി. എടാ അവൾക്ക് ഈ മനസ്സിലായില്ല. പുഴയാണ് അമ്മാന്ന്. This water is my mom. Water is my mom. Dad. മത്സ്യകന്യക. അച്ഛൻ ആരാ അപ്പം? അച്ഛൻ ആരാണ്? അല്ല. അച്ഛൻ തീരം. അച്ഛൻ തീരൻ. ധീരനല്ല, തീരം. തീരം. ആ തീരം. എടാ കടല് വന്ന് ഇവിടെ പതിക്കുന്നത്. ഓ ഓ. കണ്ണൻ. ഓ ഈ പുഴയാ സാറേ കേളപ്പേട്ട പോവല്ലേ? പുഴയാ സാറേ എന്റെ അമ്മ. ഞാനിങ്ങനെ ഇവിടെ ജനിച്ചെന്നറിയുന്നു എനിക്ക്. വെള്ളത്തിനകത്ത്. പണ്ട് 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 ഈ പുഴയില്ലേ, പുഴ, പുഴയിലൂടെ ഒരു കൈ ഇങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുകയാണ്. കൈയുടെ മണ്ടയ്ക്ക് ഞാൻ ബാഹുബലി. അത് എന്റെ സ്റ്റോറിയാണ് അതൊക്കെ അവര് സിനിമയാക്കിയത്. അതറിഞ്ഞൂടാ? എടാ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒഴുകി വന്നതാണ്. അങ്ങനെ അവരിങ്ങനെ എന്നെ ഇങ്ങനെ തീരത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചൂണ്ടി എന്തോ കാണിച്ച് മേളിലോട്ടെന്തോ ചൂണ്ടി കാണിച്ചത്. ഇപ്പൊ എന്റെ നാടിതൊന്നും അല്ലടാ, വേറെ എവിടെയാണ്. മേളിലോട്ടെന്തോ ചൂണ്ടി കാണിച്ചു. അവിടെ നിന്ന് കണ്ണം വളർന്നു തുടങ്ങിയതാ. കൊണ്ടും കൊടുത്ത് എടുത്ത് പെടുത്തും എല്ലാം നടന്നടാ കണ്ണൻ. കേട്ടില്ലടാ. കേക്കണ്ടടാ. നീ പറഞ്ഞ ആര് പിടിച്ചേർന്നേ? അത് കഴിഞ്ഞടാ ഉലയിലൂതി ഊതി അടിച്ചവരനെ കത്തിയാക്കി. കത്തിക്ക് ഒന്നല്ലേ അറിയൂ അല്ലേ? കത്തിക്ക് ഒന്നല്ലേ അറിയോ? മീൻ മുറിക്കാനുള്ള ഒരു ജീവിയെ കൊല്ലുമല്ലേ, കൊല്ലാൻ. കത്തിക്ക് ഒന്നല്ലേ അറിയോ? അത് കഴിഞ്ഞ് പിന്നെ സിറ്റിയിൽ അന്ന് വന്ന വലിയ ഗ്യാങ്സ് ആയിട്ട് ഞാൻ കയറി കോർത്തു. രായണനോടൊന്ന് ചോദിച്ചാൽ മതി കണ്ണന്റെ പാസ്റ്റ് എന്താന്ന്. ഓ അതിവിടെ ബാക്കി കഥ മറന്നു കേടാ. കുഴപ്പമില്ല മതിയുടെ ഇതിൽ തന്നെ രോമാഞ്ചം അടിച്ചു എനിക്ക്. ആണല്ലേ? മുടിയൊക്കെ ഏറ്റു നിന്ന്. ബാക്കി എന്റെ കഥ അറിയണമെങ്കിലേ രായണനെ വിളിച്ചിട്ടും ചോദിച്ചാൽ മതി കണ്ണന്റെ ഫ്ലാഷ് ബാക്ക് എന്താന്ന്. രായണ ഒരു പറച്ചിലങ്ങോട്ട് പറയും. ഇപ്പൊ തന്നെ ചോദിക്കാൻ വിളിച്ചോണ്ട് അല്ലേ? സമയം കിട്ടുമ്പോ വാസുവിനോട് ചോദിച്ചാലും മതി. രാണനെ കണ്ടത് രാണത് അങ്ങോട്ട് വിട്ടിട്ട് ചുമ്മാ പിള്ളേരുടെ കാര്യം. രായണ എന്റെ പാസ്റ്റ് ഓറ ബാലനും ധനയ്ക്ക് അറിയണമെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേ. പാസ്റ്റ് ഓറ നമ്മളെ കോർത്താക്കെ എത്ര വർഷം മുമ്പ്? മൊത്തത്തിലാണ് എന്നാ ഞാൻ നിങ്ങളോട്ട് ഉടക്കാവുന്ന അപ്പുറത്തൊട്ട് അത് പറഞ്ഞോടെന്നാ പറ. അത് പറയാൻ ഞാൻ മാത്രമേ ഉള്ളല്ലേ. നമ്മൾ മീറ്റ് ചെയ്ത് കൊണ്ടു പറഞ്ഞേ. ഞാൻ പറയാം, ഞാൻ ഒരു കാർ എടുത്തോണ്ട് 100-110 സ്പീഡിൽ വരണ സമയത്ത് ഞാൻ നോക്കുമ്പോ ഒരു വളവില് ഒരു 3-8 പോലീസ് വളഞ്ഞ് ഒരുത്തനെ അങ്ങ് പിടിച്ചോ, ഒരുത്തനെ ഒരുത്ത ഓടിഞ്ഞിരിക്കണ്, മനസ്സിലായ? അപ്പൊ ബാക്കിൽ ഒരു 4-5 പോലീസ് വണ്ടിയൊക്കെ മറിഞ്ഞു കിടക്കുന്നു, ഒരുത്ത ഓടി. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് സൈഡിലിങ്ങ് ബ്രേക്ക് പിടിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് കറക്കി നിർത്തിയിട്ട് കേറാന്ന് പറഞ്ഞ കേറി വണ്ടിയില്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് പേര് തരുന്നു. എന്റെ പേര് കണ്ണാപ്പി. അവിടെ വെച്ച് തുടങ്ങിയതാണ്, മനസ്സിലായ? ഞാൻ കണ്ണാപ്പിയെ കാണാൻ തുടങ്ങി. പിന്നെ ഞാനും കണ്ണാപ്പിയും നല്ല കമ്പനി ആയിരുന്നു, നമ്മൾ ഒരുമിച്ച് അടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ തമ്മിൽ ഉടക്കി എന്തോ ഒരു കേസിൽ. എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തൊരു കേസിന് ഉടക്കി. സുഗുണന്റെ കേസിൽ സുഗുണൻ എന്തോ ഇവനെ പറ്റിച്ച. ഞാൻ സുഗുണന്റെ സൈഡിൽ നിന്ന ഇവനത് വിഷമായി. ഇവന് ഞാനല്ലേ കമ്പനി ആയിണ്ടായിരുന്നു, ഇവ എന്നെ നല്ല കമ്പനി ആയിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ സുഗുണന്റെ സൈഡിൽ നിന്നപ്പോ ഇവനെങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ പറഞ്ഞു നിങ്ങരെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളെന്നെ പറ്റിച്ചല്ലെന്ന് പറഞ്ഞ് ഇവ അങ്ങ് പടങ്ങി. പിന്നെ ഇവ ഒരു വില്ലനായി മാറി മൊത്തത്തിൽ എൻഡേറിൽ. പിന്നെ വാസോണം വരുമ്പോ വാസോന്റെ അടുത്ത് ചൊറി, നാട്ടില് വള്ളി എടുത്ത് നടപ്പായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കാൻ നേരത്ത് കീരീൻ എന്തോ ഇവൻ കേറിയിട്ട് ചൊറിഞ്ഞു. കീരീനായിരുന്നു. ആരാടാ നീ കയറി ചൊറിഞ്ഞു? ആരെയോ കീരീനെ കയറി അങ്ങ് ചൊറിഞ്ഞു.
അങ്ങനെ വാസോണ്ണ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവനങ്ങ് പൂട്ടാൻ വേണ്ടി പ്ലാൻ ഇട്ടു. കാരണം ഇവ എതിരിട്ടാലും ഇവ അവിടെ ഇവനെ നിന്ന് പൂട്ടാനോ? ഇവനെ പൂട്ടാ. ഇവൻ ഭയങ്കര ഇതായിരുന്നു, മനസ്സിലാ. വാസോണ്ണ ആകെ സിറ്റിയില് ഈ മറ്റെന്താ ചൊറി അണ്ണന് ഇഷ്ടമില്ല ഇവനെ, കണ്ണെടുത്താ കണ്ടൂടാ. കാരണം അണ്ണൻ ഒരുത്തവനെ കാണുമ്പോ അണ്ണന് വേറെ അണ്ണൻ അങ്ങനെ എതിരികളി ഇല്ലായിരുന്നു. പക്ഷെ ഇവൻ ഒരു എതിരാളിയായിരുന്നു അണ്ണന്റെ മുമ്പില്, മനസ്സിലാ. അണ്ണൻ ഇങ്ങനെ വെറുപ്പിച്ചോണ്ടേയിരിക്കും ഇവൻ. നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു വില്ലന്മാർക്ക് ഒരു നല്ല കിടുക്കം പണി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് തളർന്നങ്ങ് പോകില്ല. ഇവ അങ്ങനെയല്ല, കൊടുക്കും തോറും മറ്റേ ചുമ്മാ ചൊറിഞ്ഞോണ്ട് വന്നോണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരുത്തനാണ്, മനസ്സിലാ. നമ്മളവനെ കളിയാക്കിയ പോലെ അവൻ നിക്കത്തില്ല, ചൊറിഞ്ഞു വന്നോണ്ടേയിരിക്കും. അങ്ങനെ ഇരുന്ന് ഇവന്റെ ക്യാരക്ടർ പണ്ട്. അണ്ണനാണ് ഈ കാലി മൂത്ത അവസാനം അണ്ണൻ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവെന്തോ റിപ്പയറിങ്, അവിടെ റിപ്പയർ ഷോപ്പ് ഉണ്ട്, അവിടെ എന്തിനോ ഇവൻ വന്നതാ. അങ്ങനെ അണ്ണ അവിടെ ഇവനെ കറക്കിയിട്ട് അവിടെ പിടിച്ച് അവനെ അടിച്ചൊന്ന് കൊന്നിട്ട് അവിടെ. എന്നിട്ട് നമ്മളെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ ഇവനെ കൊല്ലുകയൊക്കെ ചെയ്ത് ഇതിന്റെ റിവെഞ്ച് വിട്ട ഇവൻ ടീമിനൊക്കെ സെറ്റ് ആക്കി പറയലായിരുന്നു. പിന്നെ അണ്ണന് തന്നെ മനസ്സിലായി ഇവനെ അങ്ങ് എതിരാക്കി വിട്ട ഇത് മനസ്സിലായി നമുക്ക് വലിയൊരു ശത്രുവാകും. അതുകൊണ്ട് ശത്രുവിനെ പിടിച്ച് മിത്രമാക്കണ പോലെ നമ്മളാ കൂട്ടത്തിൽ ഒരു പയ്യനെ അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ ഇവനും കൂടി അങ്ങ് കമ്പനിയെ അവസാനം പാസ്വണ്ണൻ നമ്മളെ ഫാമിലിയോട്ട് ഇവനെ എടുത്തു, മനസ്സിലായി. എന്നിട്ട് അണ്ണ എടുക്കണമെന്ന് എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞു, ഇവൻ അങ്ങനെ വെളിയിലിടാൻ പറ്റത്തില്ല, ഇവനെ കൂടെ തന്നെ വെച്ചേക്കാം. കാരണം ഇവൻ ചൊറിയണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇവനെ കൂടെ നിർത്തുന്നത് നല്ലതാണ്. കാരണം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കില്ല, ഇവന് കൂടെ കുട്ടികളെ വേണം. അങ്ങനെ വെക്കുന്ന ഇത് ഫാമിലി വന്ന ഒരുത്തനാണ് ഇവൻ. ചൊറിയനല്ല, അന്നൊന്നും ടി വിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഇവനാണ്, മനസ്സിലായി. കാരണം എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇവനെയും ബാബുവിനെയും പിടിച്ചിട്ട് കഴിഞ്ഞാൽ മതി, ആ എൻഡയർലി ഗ്യാങ് തീർന്നു. പിന്നെ വാ തുറക്കൂല, വെച്ചങ്ങ് കീറും, മനസ്സിലായി. വാ തുറന്നോണ്ട് വരത്തില്ല, വെച്ചങ്ങ് കീറിക്കൊടുക്കും. ഇന്ന് എന്നും കണ്ണാപ്പി കഴിഞ്ഞിട്ടേ ഉള്ളു ഇവിടെ ആര്. എടാ കണ്ണാപ്പി എനിക്കെന്താ പഴയലോട്ട് പോയി രോഗമൊക്കെ എണീറ്റണ്ണ, പഴയ ഇതിലോട്ട് പോയേ ബാല കേട്ടില്ല മൊത്തം. അളിയാ രോമം എണ്ണീറ്റ് സീനൊന്നും ഞാൻ കേട്ടില്ലോ. അത് ക്ലിപ്പ് കണ്ടാതെ പിടിച്ചിങ്ങനെ ക്ലിപ്പാവും കണ്ടാ മതി. ഇന്ന് തന്നെ കൊടുക്കുമല്ലേ? ഇപ്പൊ കണ്ണൻ എന്ത് ചെയ്യുന്നു? അപ്പൊ സ്നൈപ്പർ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലടാ സ്നൈപ്പേ. നീ കണ്ടോണ്ടിരിക്കാന്ന് കേട്ടല്ലോടാ. എന്താ അല്ലടാ നീ അല്ലടാ ഇതിന്റെ ആള്, സ്നൈപ്പേഴ്സ് നീ അല്ലടാ. അത് ഞാനാണ്, വെട്ടത്തില്ലടാ. ഇപ്പൊ കൊറച്ച് തിരക്കിലാണ്. വേറെ ഉണ്ട് ബാലൻ 916. ബാല വെട്ടോടാ. പുതിയറങ്ങി ഇന്ന് പുതിയതിറങ്ങി നീലടിച്ചിറങ്ങി വേറെണ്ട് ഈഗിൾ എഡിറ്റ്സ്. അതായിരുന്നു ടോപ്പ്, ഏറ്റവും ടോപ്പ് സാധനം. ഇവർക്കൊക്കെ മുന്നേ വന്ന ഒരാളുണ്ട്. ആരാ? കണ്ണമ്പായി ഫസ്റ്റ് വന്നത് സ്നൈപ്പേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് വന്ന പയ്യനാണ് മറ്റേ കണ്ണമ്പായി ഒക്കെ എവിടെ കിടക്കുന്നത്? ഈഗിൾ എഡിറ്റ്സ് ആണ് ടോപ്പ്. കഴിഞ്ഞ ദിവസം MVP അടിച്ചെന്ന് പറഞ്ഞ് ഇറ്റാച്ചിയുടെ വില്ലുവിന്റെ വീഡിയോ ഇറക്കി. പടം വെച്ചത് നീലന്റെ പടം വെച്ചിട്ട് ഇറ്റാച്ചി ചെയ്ത് നീയൊക്കെ എഴുതിച്ചാ ഉടനെ വരോടാ. തങ്ങനടിച്ചെന്ന് പറഞ്ഞ ഒരാളെ ഉടനെ ഈടൊക്കെ എന്റെ സാഹിജിന്റെ പേര് പറഞ്ഞ എന്റെ സാഹിജിന്റെ പടം വെച്ചിട്ട് ഇറ്റാച്ചി സ്നൈപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് പിന്നെ കുഴപ്പമില്ല, അത് പിന്നെ കുഴപ്പമില്ല. നീ ഇറ്റാച്ചിക്ക് ഒരേ ലുക്ക് എന്ന് പറയും. നീലും ഇറ്റാച്ചി എങ്ങനെയാ ഒരു ലുക്ക് ആയത്? മറ്റേ മുണ്ട് എടുത്തോണ്ട് വരുന്ന സീൻ എടുത്തിട്ട് ഇറ്റാച്ചി ചെയ്ത് ഇറ്റാച്ചി മുണ്ടൊക്കെ എടുത്തൊന്നും ആലോചിക്കണേ. സ്നൈപ്പ് ഒരു കാര്യം അറിഞ്ഞോടെ, ഇറ്റാച്ചിയുടെയും ഇവന്റെ കേസ് അറിഞ്ഞില്ലേ? എല്ലാരും ഇപ്പൊ ഒരു ഡൗട്ടാണ് അതല്ലയാ, എല്ലാവരും ഡൗട്ടാണ്. അങ്ങനെ നിന്നെ ആശിനെ എല്ലാരും സംശയിക്കില്ലേ? അതാണ് ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംശയിക്കുന്നത് അതാണ്. ഒരേ മുറിയിൽ ഒരേ വീടിൽ ഇവ ആശിന്റെ മടിയിരുന്നാണ് കീബോർഡ് ഞെക്കുന്നതെന്നാ കിട്ടിയ വിവരം. ഇല്ല ഇവൻ കീബോർഡ് മൗസിലും ഒന്നതിന് മുമ്പ് കൊറേ നാളെ നിന്റെ അടുത്തായിരുന്നില്ലടാ. എന്റെ അടുത്തൊന്നുമല്ലായിരുന്നു എടാ, എന്റെ അടുത്ത് ഒരു ദിവസം എന്റെ അടുത്ത് വന്നു. ഒരു ദിവസം നമ്മള് കായംകുളം ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. എന്ന് വരും സാധനം മറ്റന്നാളെ എന്റെ നാളെ എത്തണ.